കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് IPC 498A അല്ലെങ്കിൽ BNS 85 ആൻഡ് 86നെ ബേസ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി, കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിധിയെ കുറിച്ചിട്ടാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വിധി എന്താണെന്നുള്ളത് ആദ്യം വായിക്കാം, അതിനുശേഷം അതിൻ്റെ സംഭവം നമുക്കൊന്ന് പറയാം. Convictions under Section 498A or BNS 85 and 86 can be based on hearsay evidence എന്നാണ് പറയുന്നത്. കൂടാതെ ഇറ്റ് റിക്വയർസ് ഡിറക്റ്റ് ആൻഡ് കോജന്റ് എവിഡൻസ് റൂളിംഗ് ഔട്ട് ഹിയർസേ അക്കൗണ്ട്സ് എന്നാണ് പറയുന്നത്. ഇത് പറയുകയാണെങ്കിൽ IPC 498A പ്രകാരം ഒരു കേസ് വരികയാണ് എന്നുണ്ടെങ്കിൽ ആ കേസിൽ നമ്മൾ പറയാറില്ലേ, ചില ആൾക്കാർ അവരെ പറ്റി അത് പറഞ്ഞു ഇത് പറഞ്ഞു, അവിടെ കേട്ടത് ഇവിടെ കേട്ടത്, അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ചുകൊണ്ട് തന്നെ ഭർത്താവിനെയോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെ 498 പ്രകാരമുള്ളൊരു കേസ് വന്നാൽ പോലും അവരെ ശിക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അവരെ ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ കോടതി പറയുന്ന പോയിന്റ് ഇതാണ്: ഡയറക്റ്റ് ആൻഡ് കോജന്റ് എവിഡൻസ് ഉണ്ടാകണം, എന്നാൽ മാത്രമേ അവരെ നമുക്ക് കൺവിക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് ഡയറക്റ്റ് ആൻഡ് കോജന്റ് എവിഡൻസ് എന്ന് പറയുന്നത്? കോജന്റ് എവിഡൻസ് എന്ന് പറയുകയാണെങ്കിൽ ഫാക്ച്വൽ എവിഡൻസ് ആണ്, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ വേണം എന്നാണ് പറയുന്നത്. ഈ വ്യക്തമായ തെളിവുകൾ എന്ന് പറയുമ്പോൾ ബേസ് ചെയ്ത പോയിന്റ് ഇതാണ്: ഭാര്യയുടെ സ്വർണം ഭർത്താവിൻ്റെ വീട്ടുകാരോ എടുത്തു എന്ന് പറയുകയാണെങ്കിൽ ആ എടുത്തു എന്ന് പറയുന്നതിൻ്റെ പോയിന്റ് എങ്ങനെയാണ്? ഭാര്യയുടെ സ്വർണം ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫാണ് കോടതിക്ക് വേണ്ടത്. ശരിക്കും പറയുകയാണെങ്കിൽ എന്ത് വേണ്ട ബില്ലൊന്നും കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റ്, ഭാര്യയെ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആ ശാരീരികമായി പീഡിപ്പിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള പ്രൂഫ് കോടതിയിൽ ഹാജരാക്കണം. അതുപോലെ തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആ മാനസികമായി പീഡിപ്പിച്ചത് എന്തൊക്കെയാണ്, അത് ഏത് ദിവസമാണ്, ഏത് ആഴ്ചയാണ്, ഏത് മാസം, ഏത് കൊല്ലം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയണം. അത് ഒരു ദിവസത്തെ പോലെ ഒരു സീരീസ് ഓഫ് എവിഡൻസ് ആണ് കോടതിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ മെത്തേഡ് എല്ലാവരും ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഗുണം ചെയ്യും. പിന്നെ ഈ വൂണ്ട് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുമ്പോഴും അതിനും കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. ആ പ്രകാരമുള്ള മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കോടതി അതൊരു എവിഡൻസ് ആയിട്ട് സ്വീകരിക്കുകയുള്ളൂ. അത് എന്ത് തരത്തിലുള്ള മുറിവുകളാണ് എന്നുള്ളത് നമുക്ക് തൽക്കാലം പറയുന്നില്ല, ആൾക്കാർക്ക് മിസ്യൂസ് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളതുകൊണ്ട്. എനിവേ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ആൻഡ് കോജന്റ് എവിഡൻസ് എന്നുള്ള ടേം എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.